Praise be to Jesus Christ and blessed Virgin Mary. Welcome back to Catholic Workby. ഞാൻ ആഷിഖ് ജോയ്. So as usual, let us begin with a prayer. Pater noster, qui vis in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimite nobis debita nostra, sicut et nos dimitimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് കണ്ട നിത്യനരകത്തിലെ പീഡനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, അമിതഭോജനം അല്ലെങ്കിൽ കൊതി ഈ മൂലപാപം ചെയ്തിട്ടുള്ള ആത്മാക്കളുടെ ശിക്ഷയാണ്. അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം, ഈ ലൈംഗിക പാപങ്ങൾ മാത്രമാണ് ജഡിക പാപങ്ങളെന്ന്. എന്നാൽ ഈ അമിതഭോജനം ജഡിക പാപമായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അമിത ഭക്ഷണപ്രിയർ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഭയാനകമാണ്. ഈ പാപം ചെയ്ത ഓരോ ആത്മാവിനെയും പീഡിപ്പിക്കാൻ പ്രത്യേകം നിയോഗിക്കപ്പെട്ട 2 പിശാചുകളിൽ ഒരാൾ ആ ആത്മാവിനെ തലയിൽ പിടിച്ച് വലിച്ച് കത്തുന്ന കൽക്കരിയിലൂടെ കൊണ്ടുപോകുന്നു. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാവർക്കും ഉള്ള 2 പിശാചുകളിൽ ഒരു പിശാച്. അതേസമയം മറ്റേ പിശാച് അതിൻ്റെ മേൽ ചാടിക്കയറി കാലിലെ നഖങ്ങൾ ആ ആത്മാവിൻ്റെ വാരിയെല്ലുകളിൽ ആഴ്ത്തിപ്പിടിക്കുന്നു. അവൻ അതിൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി തിളക്കുന്ന കീഴ് നിറഞ്ഞ ഒരു ടാങ്കിലേക്ക് എറിയുകയും പൂർണ്ണമായും അതിൽ മുക്കി താഴ്ത്തുകയും ചെയ്യുന്നു. ഇതിൽ ഈ തിളക്കുന്ന പിച്ച് എന്നാണ് ഇംഗ്ലീഷിലുള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ യഥാർത്ഥ മലയാളം കിട്ടുന്നില്ല. കീഴെന്നാണ് അതിൻ്റെ മലയാളം വരുന്നത്. പക്ഷേ അതെന്താ സാധനം എന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ടാറ്, റോഡൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാറ്. അത് ഇങ്ങനെ പറയുന്ന അലൂമിനിയം സ്മെൽറ്ററുകളിൽ ഉപയോഗിക്കുന്ന കൽക്കരി ടാറിൽ നിന്നുള്ള കറുത്ത കൊഴുത്ത ദ്രാവകമാണിതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിറഞ്ഞിരിക്കുന്ന ഒരു ടാങ്കിലേക്കാണ് ഈ ആത്മാവിനെ മുക്കി താഴ്ത്തുന്നു. അവൻ ഈ പീഡനത്തിൽ നിന്ന് അതിനെ പുറത്തെടുത്ത് മഞ്ഞ് നിറഞ്ഞ മറ്റൊരു ടാങ്കിലേക്ക് മുക്കുന്നു. തുടർന്ന് ആ തണുത്ത വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അവൻ അതിൻ്റെ ചുണ്ടുകൾക്കിടയിലൂടെ തിളക്കുന്ന വീഞ്ഞ് ഒഴിക്കുകയും ധാരാളം പാമ്പുകളെ അതിൻ്റെ വായിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതുപോലെ അലസന്മാർ എന്താണ് ഭൂമി ചെയ്തത്, അതേ പീഡനമാണ് ഇവരെയും ലഭിക്കുന്നത്. അമിത ഭക്ഷണപ്രിയർ ഭക്ഷണത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് അവർക്ക് ചൂട് വീഞ്ഞും പാമ്പിനെയാണ് അവർക്ക് ലഭിക്കുന്നത്. ഭൂമിയിൽ വെച്ച് അമിത ഭക്ഷണപ്രിയർ ചെയ്ത ഭക്ഷണപാനീയങ്ങളുടെ ആധിക്യത്തിനുള്ള ശിക്ഷയാണിത്. ഇത് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കരുതൊന്നുമല്ല, ഇത് അമിത ഭക്ഷണപ്രിയരെ പറ്റിയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഈ സമയത്ത് അതിൻ്റെ ശിക്ഷകരായ പിശാചുക്കൾ ആവർത്തിച്ച് പറയുന്നു, ഭൂമിയിലെ നിൻ്റെ താമസകാലത്ത് ഈ പിശാചുക്കൾ ചില സമയത്ത് ചെയ്തൊരു കാര്യമുണ്ട്. പീഡനങ്ങൾക്ക് പുറമെ മാനസികമായിട്ടും ഇവരെ പീഡിപ്പിക്കുന്നുണ്ട്. അതായത് നീ ഇവിടെ എത്തിയത് ഇതൊക്കെ ചെയ്തിട്ടാണ്, നീ ഭൂമിയിലായിട്ടപ്പം ഇങ്ങനെ സുഖിച്ച് ജീവിച്ച് ഇപ്പം കണ്ടോ എന്ന് പറഞ്ഞ് നിരന്തരം, ഞാൻ ഈ പറയുന്ന പീഡനങ്ങളെല്ലാം ഓരോ സെക്കൻഡിലും ആവർത്തിക്കപ്പെടുന്ന പീഡനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിശാച് ഇങ്ങനെ മാനസികമായിട്ടുള്ള പീഡനമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പം പിശാച് പറയുകയാണ്, ഭൂമിയിലെ നിൻ്റെ താമസകാലത്ത് ഭക്ഷണവും പാനീയവും വളരെയധികം ഇഷ്ടപ്പെടുകയും മേശയിലെ എല്ലാ വിഭവങ്ങളും ആസ്വദിക്കുകയും ചെയ്തവനെ, ഇപ്പോൾ ഈ കഷ്ടപ്പാടുകളും വേദനകളും സഹിക്കുക. നീ ഇവ അർഹിക്കുന്നു. ഇനി മുതൽ പാമ്പുകൾ നിൻ്റെ ഭക്ഷണവും തീ നിൻ്റെ പാനീയവും ആയിരിക്കും. നമ്മളിങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, കൊടവയറുള്ള വിശുദ്ധന്മാർ കുറവാണ്. പലപ്പോഴും ഞാൻ പുറത്തുള്ള പിള്ളേരുടെ ഈ മീമുകൾ, ട്രോളുകൾ കാണുമ്പോൾ അതിൽ കാണുന്നൊരു കാര്യം, അവർ പറയുന്നത് ദൈവത്തിൻ്റെ ആലയത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ജിമ്മിൽ പോവുക, ശരീരം നല്ല ഒരു ഫിറ്റിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. കുടവയറുള്ളവർ അത് ജഡികാസക്തിയുടെ അടയാളമാണ് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടൊക്കെ വിശ്വാസമുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് ട്രഡീഷണൽ ഫെയ്ത്തിൽ വിശ്വസിക്കുന്ന ഭൂരിഭാഗം ചെറുപ്പക്കാരും, ഈവൻ സ്ത്രീകൾ പോലും പെൺകുട്ടികൾ പോലും ജിമ്മിന് പോവാറുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ, വൈദികർ പോലും അങ്ങനെ പോവാറുണ്ട് എന്നുള്ളതാണ്. അത് അവർ പറയണത് ഈ കിൽസ് ഡെവിൾ എന്നാണ് പറയുന്നത്. ഇത് പിശാചിനെ കൊല്ലും ഈ പ്രവൃത്തി എന്നുള്ളതാണ്. അപ്പം പണ്ടത്തെ വിശുദ്ധരാണേലും നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് അവർ ഇത്രയും പരിത്യാഗം നിറഞ്ഞ ജീവിതം നയിച്ചത്. ഭക്ഷണമൊക്കെ വല്ലപ്പോഴും മാത്രം കഴിച്ച്, അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ മിതത്വത്തോടു കൂടെ കഴിച്ച് അവരെങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഇതാണ്. ഈ
വിശുദ്ധക്ക് ലഭിച്ചതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന പലർക്കും ഇങ്ങനൊരു ഉൾക്കാഴ്ച അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഭൂമിയിലെ മനുഷ്യർ ചെയ്യുന്ന പോലെ അവർക്കും ചെയ്യാമായിരുന്നല്ലോ എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം പറയുന്നത് നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കണം. ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയല്ല, അമിത ഭക്ഷണപ്രിയരെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പം പിന്നീട് തുടർന്ന് ഈ നിഷേധിയെ ചുവന്ന നിറത്തിലുള്ള ഒരു വലിയ ഇരുമ്പ് തൂണിൽ കെട്ടിയിടുന്നു. അവൻ ചെയ്ത അധാർമികമായ പാപങ്ങൾ കാരണം അവൻ ഈ പീഡനത്തിന് വിധേയനാകുന്നു. കാരണം ഭക്ഷണത്തിൻ്റെ അമിതമായ ഉപയോഗം പലപ്പോഴും ദുർനടപടികളിലേക്ക് നയിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭക്ഷണം കഴിച്ചുകൊണ്ട്, അമിത ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമല്ല, അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാപങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അതെന്താണ് ഇവിടെ പറയുന്നില്ല, അത് അവർക്കേ അറിയുള്ളൂ. അതുമായി കണക്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള പാവങ്ങൾക്കുള്ള ശിക്ഷയും കൂടിയാണ് ഇവരിവിടെ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുമ്പോൾ 2 ശിക്ഷകരിൽ ഒരാൾ അവൻ്റെ അടുത്തെത്തി തീനാവ് കൊണ്ട് അവന് മുകളിൽ നിന്ന് താഴെ വരെ നക്കുന്നു. ഇത് അവന് ക്രൂരമായ വേദന ഉണ്ടാക്കുന്നു. അവൻ്റെ രണ്ടാമത്തെ പീഡകൻ ഒരു വളഞ്ഞ വാളുമായി മാറി മാറി വരികയും തൻ്റെ കൂട്ടുകാരൻ പൊള്ളിച്ച ഭാഗങ്ങളിൽ അവനെ വെട്ടിമുറുകയും ചെയ്യുന്നു. അതായത് ഓൾറെഡി ഒരു പിശാച് ഇതിനെ ഇങ്ങനെ നക്കിയിട്ട് പൊള്ളിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് അടുത്ത പിശാച് വന്നിട്ട് വാളുകൊണ്ട് ഈ പൊള്ളിയ ഭാഗത്ത് വെട്ടി നുറുക്കുകയാണ്. വ്യർത്ഥമായ പ്രതാപത്തിന് ലഭിക്കുന്ന പ്രത്യേക ശിക്ഷയാണിത്. ഭക്ഷണത്തിൻ്റെ ആനന്ദത്തിൽ മുഴുകുന്ന ധനികർ അവരുടെ വിരുന്നുകളിൽ ആഡംബരങ്ങൾ പ്രകടിപ്പിക്കാനും അവരുടെ അതിഥികൾക്ക് നൽകുന്ന വിഭവങ്ങളുടെ എണ്ണത്തിലും ഭംഗിയിലും അഭിമാനിക്കാനും ശീലിച്ചവരാണ്. ചുവന്ന ഇരുമ്പ് തൂണിന് താഴെ വളരെ മൂർച്ചയുള്ള ആണി നിറഞ്ഞ ഒരു ചട്ടക്കൂടുണ്ട്. പിശാചുക്കൾ പീഡിപ്പിക്കപ്പെടുന്ന ആത്മാവിനെ അടിച്ച് ഈ ആണികളിലേക്ക് വീഴ്ത്തുന്നു. അവിടെ ഒരു രൗദ്രമായ പാമ്പ് അതിൻ്റെ വായിൽ കഠിനമായി കടിക്കുന്നു. ഒരു ചാട്ടവാറ് പോലെ വാലുകൊണ്ട് അടിക്കുകയും അവൻ ചെയ്ത വ്യഭിചാര കുറ്റങ്ങൾക്കുള്ള ശിക്ഷയായി അവനെ വെട്ടിമുറുക്കുകയും ചെയ്യുന്നു. കാരണം ഇത്തരം പാപങ്ങൾ പലപ്പോഴും ആഡംബരപൂർണമായ വിരുന്നുകൾക്കൊപ്പമോ അതിന് പിന്നാലെയോ ഉണ്ടാകാറുണ്ട്. അതായത് ഭക്ഷണം, ഈ ആഡംബരം പാർട്ടീസൊക്കെ കഴിയുമ്പോൾ അവിടെ വ്യഭിചാരവും പലപ്പോഴും സ്വാഭാവികമായിട്ടും നടക്കാറുണ്ട്. അതാണ് ഞാൻ പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള പാപങ്ങൾ. അപ്പോൾ ഈ വ്യക്തി ചെയ്തിട്ടുള്ള വ്യഭിചാരത്തിനും കൂടിയുള്ള ശിക്ഷയായിട്ടാണ് ഇത് ലഭിക്കുന്നത്. ശിക്ഷകർ പിന്നീട് അമിത ഭക്ഷണം കഴിച്ചവൻ്റെ ആത്മാവിനെ ഒരു കറുത്ത കേബിളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയും തീയിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നു. അവർക്ക് ഇരുമ്പ് തൂണുകളുണ്ട്. അവയിൽ അതിനെ കെട്ടിയിടുന്നു. കത്തുന്ന ലോഹ ചവണകൾ ഉപയോഗിച്ച് അതിൻ്റെ താടിയെല്ലുകളിൽ കുത്തി അതിനെ ഉയർത്തി നിർത്തുന്നു. തുടർന്ന് ഈ സമയത്ത് അതിനെ മറ്റ് വിവിധ പീഡനങ്ങൾ സഹിക്കാനും പ്രേരിപ്പിക്കുന്നു. തൻ്റെ ആർത്തി ശമിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്തിട്ടുണ്ടായേക്കാവുന്ന മോഷണങ്ങൾ കാരണമാണ് ഈ ശിക്ഷകൾ അവൻ്റെ മേൽ ചുമത്തപ്പെടുന്നത്. എന്നിട്ടും ഇത്തരം ക്രമക്കേടുകളുടെ ഉറവിടമായ ഈ തിന്മയെ ശിക്ഷിക്കാൻ ഈ പീഡനങ്ങൾ മാത്രം മതിയാകുന്നില്ല. പിശാചുക്കൾ അവരുടെ ഇരകളെ 3 കുഴികളുള്ള ഒരു കിണറ്റിലേക്ക് വലിച്ചിഴക്കുന്നു. അവർ അതിനെ ആദ്യം കടുത്ത തണുപ്പ് കൊണ്ട് മരവിച്ച വെള്ളം നിറഞ്ഞ കുഴിയിലേക്ക് മുക്കുന്നു. പിന്നീട് അവർ അതിനെ അവിടെ നിന്ന് മാറ്റി ദ്രാവക രൂപത്തിലുള്ള ഈയം നിറഞ്ഞ രണ്ടാമത്തെ കുഴിയിലേക്ക് എറിയുന്നു. അവൻ അതിൻ്റെ വായ ബലമായി തുറന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പിച്ച്, ഗന്ധകം, പിത്തം എന്നിവ ചേർത്ത് ഉരുക്കിയ ഒരു പാനീയം കുടിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കുഴിയിൽ നിന്ന് അവർ അതിനെ പാമ്പുകളും തവളകളും നിറഞ്ഞ 3ാമത്തെ കുഴിയിലേക്ക് തള്ളിയിടുന്നു. ഈ അശുദ്ധ ജന്തുക്കൾ ശിക്ഷിക്കപ്പെട്ടവൻ്റെ വായയിലൂടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. 2 ശിക്ഷകർ പിന്നീട് ചുവന്ന ഇരുമ്പ് കൊളുത്തുകളെടുത്ത് ശിക്ഷിക്കപ്പെട്ടവൻ്റെ കുടലിൽ നിന്ന് ഈ നരകജന്തുക്കളെ പുറത്തെടുക്കുന്നു. തുടർന്ന് അവർ അതിനെ കത്തുന്ന കൽക്കരി കിടക്കകളിലൂടെ വലിച്ചെടുക്കുകയും അതിനെ അധിക്ഷേപിക്കുകയും ശാസനകളാൽ വിയർപ്പ് മുട്ടിക്കുകയും ചെയ്യുന്നു. ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഈ ഹതഭാഗ്യൻ സഹിക്കാനാവാത്ത രോഷത്തോടെ നിലവിളിക്കുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യുന്നു. നരകത്തിലുള്ള ഭൂരിഭാഗം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ദൈവ നിന്ന നടത്തുക എന്നുള്ളത്. അവർക്കറിയാം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവിടെ എത്തിയത്. എന്നിരുന്നാലും ദൈവത്തെ അവരെ നിരന്തരം ദുഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം ദൈവദൂഷണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പം ഇതാണ് അമിത ഭക്ഷണപ്രിയർ അവരുടെ ജീവിതം കൊണ്ട് ചെയ്തിട്ടുള്ള ജഡിക പാവങ്ങൾക്കും മറ്റു കാര്യങ്ങളും കൊണ്ട് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ള ശിക്ഷകളാണ്. ഇതൊക്കെ ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒന്ന് അനുദപിച്ച് കുമ്പസാരിച്ചാൽ ഒഴിവാക്കാവുന്നതായിരുന്നു
ഇതൊക്കെ. പക്ഷേ ഭൂരിഭാഗം പേരും ഇതിനൊന്നും ടൈം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡാൻസേഴ്സ്, നർത്തകർ. പല വിശുദ്ധരും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നൃത്തം ചെയ്യരുത് എന്നുള്ളത്. നൃത്തം വഴി അത് മറ്റുള്ളവർക്ക് ഒരു ജഡിക പാപം ചെയ്യാനുള്ള പ്രേരണയ്ക്ക് കാരണമാകും എന്ന്. അങ്ങനെ നൃത്തം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചെയ്യുന്ന നൃത്തമല്ലല്ലോ ഒരു സിനിമാറ്റിക് പാട്ട് കളിക്കുമ്പോൾ ചെയ്യുന്ന നൃത്തം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പരിശുദ്ധ പ്രാർത്ഥിച്ചോട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christus.